മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രക്ഷാകർത്താക്കൾക്ക് കൊടുക്കാനുള്ള സന്ദേശം ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് H&C നല്ല നല്ല പുസ്തകങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പബ്ലിഷേഴ്സ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കീഴിലുള്ള ഭാരതീയ വിദ്യാവിഹാർ എന്ന CBSE സ്കൂളിൻ്റെ മാനേജറും നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ഹരിദാസൻ പിള്ളയെ കാണേണ്ടായി. ഈ H&Cയുടെ സ്കൂളിന്റെ ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിലെ ഡയറക്ടറോട് പറയുകയുണ്ടായി അത്രേ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സ്പീച്ചിലും വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായിട്ടുള്ളതെല്ലാം ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് വിദ്യാർത്ഥികളെ കേൾപ്പിക്കാറുണ്ട്. അവർക്ക് അസാധാരണമാം വിധത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അവരിൽ മാറ്റമുണ്ട്. അതൊരു അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് എന്ന് അദ്ദേഹം നമ്മുടെ കുടുംബാംഗത്തോട് പറയുകയുണ്ടായി. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത സ്പീച്ച് അദ്ദേഹം കേട്ടിട്ടത് സ്കൂളിൽ കേൾപ്പിക്കുകയും ചെയ്തു. അടുത്ത കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുത്ത സ്പീച്ച് അബുദാബിയിൽ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് അടുത്ത സ്പീച്ചിൽ ഉൾക്കൊള്ളുന്നുണ്ടാവുമെന്ന് പറയുകയുണ്ടായി. എല്ലാ രക്ഷാകർത്താക്കളോടും നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മളുടെ മക്കളെ അഭിനന്ദിക്കണം. ഒരു കാരണവശാലും അതിന് മടി കാണിക്കരുത്. ചെറിയ ചെറിയ നേട്ടങ്ങൾ, ചെറിയ ചെറിയ ഉയർച്ചകൾ, വിജയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, അവാർഡുകൾ, അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അവരുപയോഗിക്കുന്നതിൻ്റെ രീതികൾ, ഇൻക്ലൂഡിങ് അവർക്ക് ലഭിക്കുന്ന മാർക്ക്, അതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർ വന്ന് പറയുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയിട്ടല്ല, എന്നാൽ നല്ല രീതിയിൽ അവരെ അഭിനന്ദിക്കണം, അവരെ അനുഗ്രഹിക്കണം. വളരെ താഴ്ന്ന ശബ്ദത്തിൽ അനുഗ്രഹത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും. നമ്മുടെ മക്കൾക്കും ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും. നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർക്ക് 4, 5, 6, 7 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഒരു കുട്ടിയോ 2 കുട്ടിയോയേ ഉള്ളൂ. പരസ്പരം കളിക്കാനും തുറന്ന മനസ്സോടുകൂടി കലഹിക്കാനും ജീവിതത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കാണാനുള്ള അവസരം ഇന്നത്തെ കുട്ടികൾക്കില്ല. ആ കുറവുകളെല്ലാം പരിഹരിക്കേണ്ടത് അമ്മയും അച്ഛനുമാണ്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. അമ്മയാണ് ഒരു കുട്ടിക്കെല്ലാം. അതുകൊണ്ട് ആ കുട്ടിയുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും തടസ്സങ്ങളും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും നമ്മളുടെ അത്രയും വലുതൊന്നും ആയിരിക്കില്ല. എന്നാലും അതെല്ലാം അവരെ ആശ്വസിപ്പിക്കണം. ഇതൊക്കെ ജീവിതത്തിലുണ്ടെന്ന് അറിയിക്കണം. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യത്തെ മഹീം. ജീവിതത്തിൽ എല്ലാത്തിലും വിജയിച്ചു എന്ന് വരില്ല, ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും. എല്ലാവരും നല്ലത് പറഞ്ഞു എന്ന് വരില്ല, ചിലപ്പോൾ ചീത്ത പറഞ്ഞു എന്ന് വരും. ചിലർ അഭിനന്ദിച്ചു എന്ന് വരും, ചിലർ അവഹേളിച്ചു എന്ന് വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മകളെ, മകനെ എന്ന് പറയാൻ സാധിക്കണം. മറ്റ് കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെ കാണിപ്പിക്കാനോ കേൾപ്പിക്കാനോ ഒന്ന് താരതമ്യം ചെയ്യാനോ എല്ലാം അവസരം കണ്ടെത്തണം. നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സന്തോഷവും സുഖവും അത് ഒന്ന് അറിയിക്കണം. ഈ ലോകത്തിലെ ജീവിതം
എല്ലാവർക്കും എല്ലായ്പ്പോഴും ദുഃഖകരമോ എല്ലാവർക്കും എല്ലായ്പ്പോഴും സന്തോഷപൂർണമോ ആയിരിക്കില്ല. ഏത് ചേരി പ്രദേശത്ത് ജീവിച്ച ഓലക്കുടിലിൽ കഴിയുന്നവർക്കും സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ഏത് മാളിക മുകളിലേറിയ മന്നന്റെ മകനും മകൾക്കും ദുഃഖവുമുണ്ട്, സന്തോഷവുമുണ്ട്. അതെല്ലാം നമ്മൾ എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നനുസരിച്ചിരിക്കുന്നു എന്ന് മക്കളോട് പറയണം. ആ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അച്ഛനും അമ്മമാരും നല്ല മനസ്സും കൊടുക്കണം. ഭക്ഷണം വായിലൂടെ കൊടുക്കുമ്പോൾ പോഷകാംശങ്ങൾ ശരീരമെടുക്കും. മനസ്സിനാവശ്യമായിട്ടത് ചെവിയിലൂടെയും കണ്ണിലൂടെയുമാണ് കൊടുക്കേണ്ടത്. ആ ചെവിയിലൂടെയും കണ്ണിലൂടെയും പോകുന്നത് മനസ്സിലേക്കാണ്, ഭക്ഷണം പോകുന്നത് ശരീരത്തിലേക്കാണ്. ഇപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും രോഗമില്ലാത്ത അവസ്ഥയ്ക്കും പോഷകാംശം നിറഞ്ഞ ഭക്ഷണം കൊടുക്കുന്ന പോലെ മനസ്സിന്റെ നിലനിൽപ്പിനും മനസ്സിന്റെ ആരോഗ്യത്തിനും പോഷകാംശം നിറഞ്ഞ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അത് അവർക്ക് പ്രയോജനപ്പെടും. അവർക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. മാതാപിതാക്കൾക്ക് ബിഹേവ് ചെയ്യാനേ സ്വാതന്ത്ര്യമുള്ളൂ, മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. മക്കളെ അഭിനന്ദിക്കുമ്പോൾ മക്കൾ തിരിച്ച് അഭിനന്ദിക്കണമെന്ന് നിർബന്ധമില്ല. മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ മക്കൾ തിരിച്ച് ദേഷ്യപ്പെട്ടു എന്ന് വരും, അതിനവർക്ക് അവകാശമുണ്ട്. മക്കൾ പറഞ്ഞിട്ടല്ല നമ്മൾ മക്കളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സും കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം. ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പ്രാരബ്ധമുണ്ടെങ്കിലും മാതാപിതാക്കളെ ഓർമ്മിക്കണം. കുറച്ചു കാലമേ മക്കൾ നമ്മളുടെ മുമ്പിൽ ഇരുന്ന് തരുള്ളൂ. അത് കഴിഞ്ഞ് അവർ സ്വതന്ത്രരാകാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിൽ മക്കളെ തിരുത്താൻ ശ്രമിച്ചാൽ വർക്ക് ചെയ്യില്ല. 3 വയസ്സ് വരെയും ചെറിയ ചെറിയ കഥകൾ കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. 3 തൊട്ട് 6 വയസ്സ് വരെ അവർ നല്ല രീതിയിൽ കഥകളും അനുഭവങ്ങളും കേൾക്കും. 9 വയസ്സാവുമ്പോൾ അവർ തിരിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഉത്തരം പറയണം. 9നും 13നും ഇടയ്ക്ക് കുട്ടികൾ കുറേശ്ശെ മാറി 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 വരും. സ്വതന്ത്ര ചിന്താധാരകൾ അവരിലുണ്ടാവും. അത് കഴിഞ്ഞ് അഡോളസെന്റ് പീരീഡാണ്. ആ സമയത്ത് എതിർക്കും. അവരുടെ കൂടെ നിന്ന് അവരുടെ അച്ഛൻ അവരുടെ അമ്മ എന്നുള്ളതിനേക്കാളുപരി അവരുടെ സുഹൃത്ത് അവരുടെ കൂട്ടുകാരനെ പോലെ തോളത്ത് കൈയിട്ട് ഏത് കാര്യത്തിനും അഭിപ്രായം ചോദിച്ച് അവരുടെ അഭിപ്രായവും കൂടി എടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി അവർക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുത്ത് ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുതെന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ച് അവൻ്റെ വികാരങ്ങൾക്കും അവളുടെ ആയാലും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നോ അതിൽ നമ്മളുടെ വികാര വിചാരങ്ങൾ എന്തെല്ലാമായിരുന്നോ അതിൽ ധാരാളം ഈ പ്രായത്തിൽ ഇവർക്ക് ഉണ്ടാവുമെന്നറിഞ്ഞ് നമുക്ക് വീട്ടിനകത്ത് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും നടത്താൻ സഹോദരി സഹോദരന്മാരുടെ എണ്ണം ധാരാളം ഉണ്ടായിരുന്നു എന്ന് മറക്കാതെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഇല്ല. അവരുടെ അടുത്ത് ട്യൂഷൻ, അവർക്ക് പഠിപ്പിക്കൽ, റാങ്ക് ഇങ്ങനെയുള്ളത് മാത്രം തലയ്ക്കകത്ത് പമ്പ് ചെയ്ത് കയറ്റി അവസാനം ജീവിതം തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യുകയും വേണ്ടതിനും വേണ്ടാത്തതിനും ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞ് അടിച്ച് കയറ്റി എക്സ്ട്രാ ഗ്രോയിങ് പവറും എക്സ്ട്രാ മെമ്മറി പവറും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ചെന്ന് ചാടുന്നത് നമ്മുടെ നന്മകളെല്ലാം ഇല്ലാത്ത പല സ്ഥലത്തുമായിരിക്കും. ഈ നാട്ടിലെ ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് സാധനങ്ങളുണ്ട്, അത് കൊടുത്താൽ മതി. അവർക്ക് നന്മകൾ ചോദിക്കാനും അവർക്ക് പങ്കുവെക്കാനും അവരെ അനുഗ്രഹിക്കാനുമുള്ള അവസരം ഉണ്ടാവണം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്നാണ്. 67 or 68 വയസ്സിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് പറയുന്നത് അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥവ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് കിട്ടാത്തതിൻ്റെ പ്രതികാരവും പ്രതിഷേധവും എല്ലാം ജീവിതം മുഴുവനും ഉണ്ടാവുന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുക, സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. മാതാപിതാക്കൾ സത്യസന്ധരായാൽ മാത്രം പോരാ, സത്യസന്ധരാണെന്ന് മക്കളെ ബോധ്യപ്പെടുത്തണം.
മാതാപിതാക്കൾ ധർമ്മബോധമുള്ളവരായാൽ മാത്രം പോരാ, ധർമ്മബോധമുള്ളവരാണെന്നവരെ ബോധ്യപ്പെടുത്തണം. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ലോകത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചങ്ങല കൊണ്ടോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ തീ കത്തിച്ചിട്ടോ അതല്ലെങ്കിൽ ഉപരോധിച്ചിട്ടോ ഏതെങ്കിലും ബാങ്കോ കളക്ടറേറ്റോ സെക്രട്ടേറിയറ്റോ അവിടേക്ക് ജോലിക്ക് വരുന്നവരെ തടസ്സപ്പെടുത്തിയിട്ടോ ഒന്നും ലോകത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തതെന്നുള്ളത് മറക്കാതിരിക്കണം. അത് ചെയ്യുന്നവർ ഇന്നും ഉണ്ടാവും. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യുന്നതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തണമെന്ന് മാത്രമേ മാതാപിതാക്കൾ മക്കളോട് പറയാനുള്ളൂ. എല്ലാ നേതാക്കന്മാരുടെയും മക്കള് കേരളത്തിന് പുറത്ത് വലിയ വലിയ കോളേജുകളിലും സ്കൂളിലുമാണ് പഠിക്കുന്നത്. കേരളത്തിലെ സമരങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഹർത്താലുകളും ബന്ദുകളും അവരുടെ ആരുടെയും മക്കളെ ബാധിക്കില്ല. നേതാക്കന്മാരുടെ മക്കളെല്ലാം കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള വലിയ വൻകിട മൾട്ടിനാഷണൽ കമ്പനികളിൽ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെയും അതുപോലെ തന്നെ വർഗ വഞ്ചകരായിട്ടുള്ള മുതലാളികൾക്കെതിരെയും എല്ലാം സമരം ചെയ്യുന്നവര് അവരുടെ മക്കളെയും മരുമക്കളെയും എല്ലാം ആക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള കമ്പനികളിലാണെന്ന് ഇടയ്ക്കൊന്ന് ഹിന്റ് ചെയ്യുക. തൊഴിലാളി അല്ലെങ്കിൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ യുവസമിതിയുടെയൊക്കെ നേതാക്കന്മാരായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ സമൂഹം ബഹുമാനിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ശോഭിച്ചാൽ മാത്രം പോരാ, നല്ല വിദ്യാഭ്യാസം, കറകളഞ്ഞ അറിവ് ഇതെല്ലാം മക്കൾക്ക് ഉണ്ടാവണമെന്ന് കൂടി അവരെ ഓർമ്മിപ്പിക്കണം. നല്ല നല്ല വെല്ലുവിളികൾ സമൂഹത്തിൽ ഉണ്ടാവുന്ന കാലത്ത് വെല്ലുവിളികളെക്കാൾ കൂടുതൽ അവസരങ്ങൾ വളരാനും ഉയരാനും ഉണരാനുമുള്ള വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തികമായിട്ട് ഉയരാനുള്ള അവസരങ്ങൾ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ, നല്ല നല്ല കമ്പനികളിൽ MBAയും അതെല്ലാം പഠിച്ച് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ ഇപ്പൊ കഴിവ് മാത്രം മതി, സീനിയോറിറ്റി പോലും ഒരു പ്രശ്നമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും മറക്കാതെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് അമ്മയും ചോറ് വിളമ്പിക്കൊടുക്കണം. ഒരു നേരമെങ്കിലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചു പോകാൻ പറയണം. പരീക്ഷാ ദിവസങ്ങളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിച്ചു പോകാൻ പറയണം. സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ കേൾക്കാൻ അമ്മയ്ക്കും അച്ഛനും കുറച്ച് സമയം ഉണ്ടാവണം. നമ്മുടെ മക്കള്, ഞാൻ ആയിരക്കണക്കിന് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളിലും ധാരാളം പോയിട്ടുണ്ട്. മുസ്ലിം സ്കൂളുകളിൽ പോയിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു, ഹിന്ദു സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാമുള്ള വിദ്യാർത്ഥികൾ, എല്ലാ വിദ്യാർത്ഥികളും നന്മ നിറഞ്ഞവരാണ്. എവിടെയെങ്കിലും വിദ്യാർത്ഥികൾ 1000 വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിൽ 5ഓ 6ഓ തിന്മ നിറഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അറിയാം, നീ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അറിയാം. വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കാണ്. അച്ഛനും അമ്മയും തൃശ്ശൂർ പൂരം മാതിരി വെടിപൊട്ടിച്ച് സംസാരിക്കുകയും പരസ്പരം അവഹേളിക്കുകയും ചെളിവാരിയെറിയുകയും വിഴുപ്പലക്കുകയും ചെയ്യുന്നതിൻ്റെ മധ്യത്തിലാണ് കുട്ടികൾ പഠിക്കുന്നതും വളരുന്നതുമെങ്കിൽ ആ കുട്ടികൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും എന്താണോ പഠിക്കുന്നത് അതെല്ലാം നേരിട്ട് അനുഭവിച്ച് പഠിക്കുന്നത് കൊണ്ട് മനസ്സിൽ നിന്നും ആയില്ല. പലപ്പോഴും ചെറുപ്പകാലത്തുള്ള ഷോക്കാണ് പ്രായമാകുമ്പോൾ പോലും അവരുടെ ജീവിതത്തെ തകർക്കുന്നതും തളർത്തുന്നതുമെല്ലാം. ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്നും ഒരു ഉപദേശമല്ല, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. മാതാപിതാക്കളോട് പറഞ്ഞതാണ്, അബുദാബിയിൽ വെച്ച് പറഞ്ഞതാണ്. ധാരാളം സ്കൂളുകളിൽ പറയാറുണ്ട്, അനവധി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. എനിക്ക് തോന്നി ഇത് കോപ്പി ചെയ്ത് ധാരാളം വ്യക്തികൾ മറ്റുള്ളവർക്ക് എത്തിക്കുമല്ലോ. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, കുറച്ചുകൂടി ഞാൻ ഇതിനകത്ത് ചേർത്തു എന്ന് മാത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ നിന്ന് ജീവിതം ആരംഭിച്ചു, എവിടെ എത്തി നോക്കുക.
എവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ എത്തിയത് എങ്ങനെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് എവിടെ നിന്ന് ആരംഭിച്ചു ജീവിതം എന്ന് നോക്കുക, ഒബാമ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രീയ ചായ്വ എന്തു ആവട്ടെ, ആ വ്യക്തി ഉണർന്ന് അവിടം വരെ വന്നതിൻ്റെ പുറകിലുള്ള ഹാർഡ് വർക്ക്, കഠിന പ്രയത്നം. അതുകൂടാതെ ഈ ലോകത്തിലെ ആർക്കും അവിടെ എത്താനൊന്നും സാധിക്കില്ല. എത്രയോ പേര് ജനിക്കുന്നു, ചിലർ മാത്രം ലോകത്തെ മാറ്റിമറിക്കുന്ന വ്യക്തികളായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പറയണം. സാധാരണക്കാരെ പോലെ ജീവിക്കുന്നതിന് പകരം സാധാരണക്കാരായി ജീവിതം ആരംഭിച്ച സാധാരണക്കാരായി തീരണമെന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ തന്നെ ഒരു ഐഡിയൽ മോഡലായിട്ട് നിൽക്കണം. ഇന്ന് നമ്മളുടെ മക്കൾക്ക് പുറത്തു നിന്ന് നന്മ നിറഞ്ഞ വ്യക്തികളെ ഒരു ഉദാഹരണത്തിനെടുക്കാനില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയാവണം. നമ്മുടെ മക്കൾ പറയണം, അച്ഛനും അമ്മയാണ് എനിക്ക് മാതൃക. അവർ പറഞ്ഞില്ലെങ്കിലും അവർക്ക് തോന്നണം. സാമ്പത്തികമായിട്ട് അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ച് ആ സമ്പത്ത് തന്നെ അവരെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. പകരം സമ്പത്തായാലും നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സൗകര്യങ്ങളായാലും മൊബൈൽ ഫോണുകളായാലും ലക്ഷറി ആയാലും അതൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല, ജീവിതത്തിലേക്കുള്ള വഴികളും ജീവിത അനുഭവിക്കാനുള്ള കാര്യങ്ങളുമാണ്. അതല്ല ലക്ഷ്യം, അത് മാർഗം മാത്രമാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, മക്കളെ കാശ് കാണിപ്പിച്ച് വളർത്തിയതാണെന്ന്. അവർ കാശ് കണ്ട് വളരണം, കാശ് നശിപ്പിച്ച് വളരുകയല്ല വേണ്ടത്. ഏത് സമ്പത്തും ഏത് വസ്തുക്കളും, ഏത് തോക്കായാലും ആറ്റം ബോംബായാലും ഏത് കപ്പലായാലും തീവണ്ടിയായാലും ഏത് എഞ്ചിനായാലും വാഹനമായാലും ഭക്ഷണ പദാർത്ഥമായാലും ഏത് ബന്ധമായാലും നശീകരണത്തിനും ഉപയോഗിക്കാം, സംരക്ഷണത്തിനും ഉപയോഗിക്കാം. അത് മറക്കാത്ത വിധത്തിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ഇത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. നമ്മളുടെ പൈതൃക ഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ മക്കൾക്ക് ആത്മീയത എന്നും ഒരു തണലായിരിക്കും. അന്ധമായിട്ടുള്ള മതവിശ്വാസമല്ല, മനസ്സിനെ ഉണർത്തുന്ന ശക്തി പകരുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള ആത്മീയത. അതിനകത്ത് അന്ധവിശ്വാസമൊന്നുമില്ല. നമുക്കതീതമായ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ടെന്നും അത് നമുക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്നു എന്നും നല്ല ശാസ്ത്രത്തിൻ്റെ പ്യൂർ സയൻസിൻ്റെ വെളിച്ചത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും അതുപോലെയുള്ളവരുടെയൊക്കെ കൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. വളരെ ശാന്തമായിട്ട് നമ്മുടെ വീട്, നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബമാക്കി മാറ്റണം. അങ്ങനെ മാതാപിതാക്കൾക്ക് സഹോദര ബന്ധം, മക്കളിൽ ഒരുവനോടും പ്രത്യേകിച്ച് ലീനിയൻസിയോ പക്ഷപാതമോ കാണിക്കാതെ എല്ലാ മക്കളെയും ഒരേപോലെ കണ്ട് അവരെ ഒരേപോലെ എൻകറേജ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ളത് ഒരേപോലെ കൊടുത്ത് പന്തിയിൽ പക്ഷഭേദം കാണിക്കാതെ നന്നായിട്ട് അവരെ വളർത്തിയാൽ ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടി മക്കൾ ജീവിക്കും. കൈപിടിച്ച് മക്കളെ വളർത്തിച്ച അനുഭവങ്ങൾ ഇടയ്ക്ക് ഒന്ന് ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് വളർത്താൻ, കൈപിടിച്ച് നടത്താൻ, കൈപിടിച്ച് എണീപ്പിക്കാൻ, കൈപിടിച്ച് ഭക്ഷണം കൊടുക്കാൻ, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാതിരിക്കാൻ ഉള്ളൊരു ട്രെയിനിങ്ങും കൂടി ഇടയ്ക്ക് വാക്കാലെങ്കിലും കൊടുക്കണം. മക്കൾ ജീവിതത്തിൽ ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് പോകുമ്പോൾ അച്ഛനും അമ്മയും ഭാരമാകരുത് എന്ന് പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചാലേ അത് പ്രായോഗികമാക്കേണ്ട കാലത്ത് പ്രായോഗികമാക്കുള്ളൂ എന്നുള്ളത് മറക്കരുത്. അവർക്ക് എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും സൗകര്യങ്ങളും കൊടുക്കുമ്പോഴും ആ സന്തോഷങ്ങളും സൗകര്യങ്ങളും എല്ലാം താൽക്കാലികമാണെന്നും എങ്കിലും അതെല്ലാം ആസ്വദിക്കണമെന്നും നശീകരണത്തിൻ്റെ പന്ഥാവിലൂടെ അല്ലാതെ സംരക്ഷണത്തിൻ്റെ പന്ഥാവിലൂടെ അത് ഉൾക്കൊള്ളണമെന്നും എല്ലാം പറയണം. തെറ്റുകൾ ഭംഗിയായിട്ട് ചൂണ്ടിക്കാണിക്കണം. നേരിട്ട് പറയാൻ പറ്റാത്തത് മൊബൈൽ ഫോണിലൂടെ പറയുന്ന സംസ്കാരം പതുക്കെ മാറ്റണം. നീ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അമ്മ പറയാനുള്ളത് പൊളൈറ്റായിട്ട് പറയുന്നു എന്ന് പറയണം. ജീവിതത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലെ വരും വരായികകളെക്കുറിച്ച് അറിയിക്കണം. ഇതൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ മാതാപിതാക്കളാവുക. അങ്ങനെയുള്ള അമ്മയെയാണ് മാതൃദേവോ ഭവ, അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ.
പിതൃദേവോ ഭവ, അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ. ആചാര്യദേവോ ഭവ, അധ്യാപകൻ ഈശ്വര തുല്യനായി തീരട്ടെ. അതിഥി ദേവോ ഭവ, വീട്ടിലേക്ക് വരുന്ന വ്യക്തി ഈശ്വര തുല്യനായി തീരട്ടെ. രാഷ്ട്രദേവോ ഭവ എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും എല്ലാം കുടുംബത്തിൻ്റെ ചരിത്രവും കഥകളുമാണ് പറയുന്നത് എന്ന് മറക്കാതിരിക്കുക. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരി സഹോദരന്മാരുടെയും നന്മതിന്മകളുടെ ചരിത്രവും കഥകളുമാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉള്ളത്. അതിൽ നിന്നെടുക്കാനുള്ളതെടുത്ത് ജീവിതത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് ഓർമ്മിക്കുക. ഇനിയും പറയാനുണ്ട്, സാവധാനത്തിൽ അറിയിക്കാം. പ്രണാമം, നമസ്കാരം.